നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. ഏത് 90% ആളുകൾ? താങ്കളുടെ കാര്യം പറയാ. താങ്കൾക്ക് മുസ്ലിങ്ങളോട് ഭയങ്കര രീതിയിലുള്ള ഒരു വെറുപ്പുണ്ട്. നിരന്തരമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ അത് ഇത് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് അവഹേളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട നാക്ക് തന്നെയാണ്. ആ നാക്ക് വടിച്ചിട്ട് അത് വഴങ്ങുന്നില്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നാക്ക് ഉപയോഗിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനാണ്. ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഞങ്ങൾക്ക് അങ്ങനെ മതജാതീയ വർണ്ണ വർഗ രാഷ്ട്രീയ ഒരു തരത്തിലുള്ള വേർതിരിവുകൾ ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. പകരം നിങ്ങളെ പോലെയുള്ള ജാതീയ സംഘടനകൾ ഉണ്ടാക്കിയതിന്റെ തലപ്പത്ത് കയറി ചമ്രം പണഞ്ഞിരിക്കുന്ന നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് പേടി എന്നുള്ളതാണ്. ഓരോ ജാതീയ സംഘടനകളും ഓരോ നാളിലും പൊട്ടിപ്പുറപ്പെടുമ്പോ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോ, മനുഷ്യന്മാരുടെ മനസ്സിനകത്തേക്ക് ജാതീയ ചിന്താഗതികൾ കയറ്റി വെക്കുമ്പോ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ കണ്ട് പേടിയൊന്നുമില്ല, ഞങ്ങൾക്ക് ക്രൈസ്തവനെ കണ്ടിട്ടും പേടിയില്ല. ഞങ്ങൾക്ക് പേടിയുള്ളത് നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുമ്പോഴാന്നുള്ളതാ. കാരണം തമ്മിത്തല്ലി എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കാനും തമ്മിത്തല്ലി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. നടേശനെ കാണുമ്പോൾ മലപ്പുറം ജില്ലക്കാരനായ എനിക്ക് പ്രത്യേക പേടി ഉണ്ട് താനും. കാരണം ആവശ്യമില്ലാതെ ഞങ്ങളുടെ ജില്ലയെ മനഃപൂർവ്വം നാണം കെടുത്തുന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ളതാ. എന്തൊക്കെ പൊട്ടത്തരം ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ അതാണ് ഇതാണ്. എന്താണ് നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ വയസ്സാം കാലത്ത് ഈ ഊളത്തരം പറയുന്നത്? എന്ത് കിട്ടുന്നു എന്നുള്ളതാ. ഇതേപോലത്തെ ഒരെണ്ണാണ് PC ജോർജ്. ക്രിസംഗിയാണ്. അവനും പറയുന്ന വാക്കുകൾ ഒരിക്കലും പോലീസ് ആക്ഷൻ എടുക്കില്ല. ഇനി ആക്ഷൻ എടുത്താൽ തന്നെ വയറിളക്കത്തിന് ഗുളിക ഡെയിലി കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുതി കൊടുക്കും, അവന് ജാമ്യം കിട്ടും, പുറത്തു വരും. ഇയാളും ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ കാണുമ്പോൾ ക്രൈസ്തവന് പേടിയാണ് പോലും. ഇവിടെ ഒരു തേങ്ങാക്കോലില്ല. ആരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഇവൻ എവിടുന്നാണ് ഇതൊക്കെ പറയുന്നത്, എവിടുന്നാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് അവന് തന്നെ ഒരു ബോധമില്ല. റിപ്പോർട്ടർ ചാനലിലത്തെ ഒരു റിപ്പോർട്ടറിനെ ഇവൻ പറഞ്ഞെന്താണെന്നറിയോ? അവന് ജിഹാദിയാണ്, തീവ്രവാദിയാണെന്നാ പറയുന്നത്. എന്റെ കയ്യിൽ ഡാറ്റ ഉണ്ടെന്നാ പറയുന്നത്. ആവശ്യമില്ലാതെ ഇവനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് അവൻ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. പിന്നെ ഈ പ്രായത്തിൽ മുതിർന്ന ഒരാളെ എന്താടാ നീ അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ റെസ്പെക്ട് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും ആരെയൊന്നും ചോദിച്ചു വാങ്ങാനുള്ളതല്ല. ചിലപ്പോ ചെറിയ മക്കളടക്കം ഇവനെ ഈ രീതിയിൽ വിളിച്ചെന്നൊക്കെ വരും. അമ്മാതിരി ഊളത്തരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതിപരമായിട്ടും മതപരമായിട്ടും ആളുകളെ വിഘടിപ്പിക്കുന്ന ഈ വിഘടനവാദിയെ നമ്മൾ എന്താ പറയേണ്ട? പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. ദയവ് ചെയ്ത് മുസ്ലിം, ക്രൈസ്തവൻ, ഹിന്ദു, ഈഴവൻ, SC, നായര് അങ്ങനെ പലതും പറഞ്ഞ് തമ്മി തല്ലിപ്പിക്കാൻ നോക്കരുത്. അത്രേ പറയുന്നുള്ളൂ. ഓരോ ജാതീയ സംഘടനകൾക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, തന്റെ ജാതീയ സംഘടനകൾ വളരുക, ജാതി നിലനിർത്തുക എന്നുള്ളത്. വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരുണ്ടായിരുന്നല്ലോ, ജാതികൾക്കെതിരെ ഒരു ജാതി മതി മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആള് പാട്ട് പാടിയിട്ടുള്ളത്. ആ ഒരു മനുഷ്യന്റെ വരികളെ പോലും ചവിട്ടി താഴ്ത്തിയ ആളുകളുണ്ട് ഇവിടെ, അല്ലെ? ഇവിടെ അങ്ങനെ ജാതി പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്, അങ്ങനെ ജാതി പ്രശ്നം ഉണ്ട് എന്ന് തെളിയിക്കുന്നവനാണ് ഈ പറയുന്ന നടേശനെ പോലെയുള്ള ആളുകളൊക്കെ. അവരിനെന്തിനാണ് ജാതീയ സംഘടനകൾ ഉണ്ടാക്കുന്നത്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഈഴവന് ഒരു മാട്രിമണി ഉണ്ട്, അതേപോലെ നായർക്കുണ്ട്, നമ്പൂതിരിക്കുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ജാതി സംഘടനകൾക്കും ഇങ്ങനെ ഓരോ മാട്രിമോണികൾ അടക്കം ഇവിടെ ഉള്ള നാടാണ്. തമ്മിൽ തല്ലിലൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ജാതി ചിന്ത ഇല്ല എന്ന് പറഞ്ഞ് വെറുതെയാണ്. നടേശനെ പോലെയുള്ള ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കണ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ജാതി ഇല്ല എന്നാണോ? ഇവിടെ ജാതിയുണ്ട്, വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. പല ആളുകളുടെയും പേരിന്റെ തറ്റത്ത് വാലായിട്ടും കിടക്കുന്നുണ്ടാവും, ചില ആളുകൾ മനസ്സിനകത്തും കൊണ്ടു നടക്കുന്നുണ്ടാവും. ഇവനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാവും. ഇവിടെ വേടൻ പറഞ്ഞ പല വാക്കുകളും ചില ആളുകളുടെ നെഞ്ചത്ത് കൊണ്ടതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്നുള്ളതാണ്. ഇപ്പൊ വേടൻ കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞ സാധനത്തിനെ ഒന്ന് വെള്ളപൂശാൻ ഞാൻ ആളല്ല. കാരണം അങ്ങനെ ഒരു ലഹരിയും വളർത്തുന്ന കാര്യത്തിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ ചില വരികൾ ചില ആളുകൾ എഴുതിയത് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. തമ്പുരാനാണായാലും എനിക്കൊരു അതുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നടേശൻ നിരന്തരമായി പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി SNDPയിലുള്ള ആളുകൾ തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയെ പിടിച്ചിട്ട് SNDPയുടെ ആളാണെന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോ SNDPക്കാരും കൂടി അതൊന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. ചരിത്രം നിങ്ങൾ വളച്ചൊടിക്കരുത്. ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ജാതീയ സംഘടനകളുടെ ലക്ഷ്യം തന്റെ ജാതികൾ വളർത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിന് മറ്റുള്ള മതങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല.
നടേശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. നടേശൻ നാക്ക് പൊക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഉളത്തരം പറയാനാണ്. ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർ യോജിക്കാത്തവരുണ്ടാവും. വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. തെറി എങ്ക തെറി, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. കാരണം സത്യം വിളിച്ച് പറയുന്നവൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്, അത് തെറി തന്നെയാണ്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.